أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഖിയാമത്ത് നാളിലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അവൻ ഭാഗ്യം പ്രാപിച്ചു. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ആലു ഇമ്രാൻ 185. ഇഹലോക ജീവിതം വളരെ ക്ഷണികമാണ്. പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിക്കും അതിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഓരോ അവധിയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ജനനമാണ് മരണത്തിന് നിദാനം. മരണത്തിന് വലുപ്പച്ചെറുപ്പമോ ഉച്ചനീചത്വമോ ഇല്ല. ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ മരണമെന്ന ഈ വിധിക്ക് വിധേയനാണ്. ഓരോ നിമിഷവും മരണം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പാരത്രിക ജീവിതത്തിലേക്ക് യാത്രയാവുന്ന ഒരു സഞ്ചാരി മാത്രമാണല്ലോ നാം ഓരോരുത്തരും. ഞാനും ഈ ലോകവുമായുള്ള ബന്ധം ഒരു യാത്രക്കാരൻ മരച്ചുവട്ടിലിരുന്ന് വിശ്രമിച്ച് സ്ഥലം വിടുന്നവനെ പോലെ മാത്രമാണ് എന്ന പ്രവാചകന്റെ വചനം നമുക്കറിയാം. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു പറയുന്നു, ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാൾക്കും അയാളുടെ അവധി എത്തിയാൽ പിന്നെ അള്ളാഹു നീട്ടിക്കൊടുക്കുകയില്ല. അള്ളാഹുവാകട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. എവിടെ വെച്ചെന്നോ എപ്പോഴെന്നോ ഒരു മുന്നറിയിപ്പുമില്ലാതെ മരണം നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ അന്തും ഫീ ബുറൂജി മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങൾ പിടിപെടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടക്കുള്ളിലായിരുന്നാൽ പോലും. സൂറത്തു നിസാ 78. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഓടിയകലുന്നത് ഏതൊരു മരണത്തിൽ നിന്നാണോ അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. സൂറത്തുൽ ജുമുഅ 8-ാമത്തെ ആയത്ത്. നമുക്കറിയാം, ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാമാരിയുടെ ഇരകളായും പ്രകൃതി ദുരന്തങ്ങൾ വഴിയും ഒട്ടേറെ പേർ മരണപ്പെടുന്നു. നമ്മെ ഏവരെയും ഞെട്ടിച്ച ഈ അടുത്ത കാലത്തുണ്ടായ വിമാന ദുരന്തവും കുറേ ആളുകൾ മരണത്തിന് ഇരയായി. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നു, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. എവിടെ വെച്ചാണ് താൻ മരിക്കുകയെന്നൊരാളും അറിയുകയില്ല. അല്ലാഹു മാത്രമാണ് സൂക്ഷ്മമായി അറിയുന്നവൻ. അപ്പോൾ മരണത്തെ എപ്പോഴും നാം ഓർത്തുകൊണ്ടേയിരിക്കണം. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചുകളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന പ്രവാചക വചനം നമുക്ക് കാണാം. ഏതു സമയത്തും റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുമ്പോൾ സന്തോഷത്തോടെ അനുഗമിക്കാൻ നമ്മുടെ അടുക്കൽ എന്താണുള്ളത്? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് നാളേക്ക് വേണ്ടി നാം കരുതി വെച്ചത്? സൂറത്ത് ഹശറിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ. ശാശ്വതമായ പരലോക ജീവിതത്തിനായി എന്തൊക്കെയാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിരന്തരമായി ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഹാസിബു ഖബലാൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യുവിൻ. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കണം. അതുപോലെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറിനേക്കാൾ മരണം നിങ്ങളോട് അടുത്തിരിക്കുന്നു എന്ന പ്രവാചക മൊഴി നാം ഉൾക്കൊള്ളണം. ആ മരണം എത്തുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ, സാമൂഹികമായ കടമകൾ, ബാധ്യതകൾ, ഇടപാടുകൾ നിറവേറ്റുകയും ദീർഘയാത്രക്കൊരുങ്ങുന്ന ഒരു യാത്രക്കാരൻ്റെ തയ്യാറെടുപ്പ് പോലെ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് നാം സന്നദ്ധരാവുകയും വേണം.
ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും തൻ്റെ അവസാനത്തെ കർമ്മമാണെന്ന വിചാരത്തോടുകൂടി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും സന്തോഷത്തോടുകൂടി ദുനിയാവിൽ നിന്ന് വിട പറയാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരണത്തെ പുൽകാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.